ഹായ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പളനിമുരുകൻ ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ ഏകദേശം ക്ഷേത്രത്തിനടുത്ത് എത്താറാവുന്നുണ്ട്. ഈ സിഗ്നൽ കഴിഞ്ഞ് ചെല്ലുന്നിടത്ത് നമ്മുടെ ക്ഷേത്രത്തിനടുത്ത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് കേട്ടോ. ന്യൂ തിരുപ്പൂർ ലോഡ്ജ് എന്ന് പറഞ്ഞ് പളനി ക്ഷേത്രത്തിന് വളരെ അടുത്താണ്. ഒരു AC റൂമിന് 2200 രൂപയാണ് റേറ്റ് വരുന്നത്. വളരെ അടുത്താണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല കസ്റ്റമർ സർവീസുള്ള നല്ല ഹോട്ടലാണ് കേട്ടോ. പിന്നെ ഫുഡും അവിടെ അവൈലബിൾ ആണ് താഴെ. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നല്ല കഴിച്ചത് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂം. അതുപോലെ 2 AC റൂമാണ് എടുത്തത്. ഓവറോൾ നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് മുട്ടയടിക്കുവാണ്. മൂത്തവനും ഇളയവനും അച്ഛനും മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. കാപ്പി കുടിക്കാനായിട്ട് ഞങ്ങൾ ശരവണഭവൻ, അവിടെ അമ്പലത്തിനടുത്ത് ശരവണഭവനിലാണ് കയറിയത്. അപ്പം ഇഡ്ഡലി സാമ്പാറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ മല കയറാനായിട്ട് പോയത്. കുഞ്ഞുങ്ങളുണ്ടാണ്ട് അവർക്ക് വിശക്കെന്ന് വിചാരിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇത് ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്തുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമുക്ക് അകത്ത് വീഡിയോസൊന്നും അലൗഡല്ല. ഞങ്ങൾ സ്പെഷ്യൽ ദർശനത്തിലാണ് പോയത്. 10, 15, 25, 100 അങ്ങനെ പല റേറ്റിലാണ് ഉള്ളത്. നമ്മൾ 100 രൂപയുടെ സ്പെഷ്യൽ ദർശനമാണ് എടുത്തത്. പിന്നെ നമ്മൾ താഴെ മലയിറങ്ങി താഴെ വന്ന ശേഷമുള്ള ഇതാണ്. ഇവിടെ വിഘ്നേശ്വരൻ ഉൾക്കൊണ്ടിരുന്ന സൈഡിൽ നമ്മൾ അവിടെ നിന്ന് ഭഗവാനെ തൊഴുത് കർപ്പൂരം കത്തിച്ചാണ് മല കയറി പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പോയത് ഈ വഴി അല്ല കേട്ടോ, വേറൊരു വഴിയാണ് രാവിലെ ദർശനത്തിന് പോയത്. ഇത് നമ്മുടെ മോൻ കുതിരവണ്ടി കയറണമെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു റൗണ്ട് കുതിരവണ്ടി കയറണമെന്ന് ഇവിടുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ട് അമ്പലത്തിന് ചുറ്റും കൊണ്ടുവന്നതിന് 300 രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഓവറോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ചുറ്റും കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു റൗണ്ട് കഴിയാറായിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അടുത്ത് എത്താറാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഉച്ചക്കലത്തെ മീൽസ് കഴിച്ചത്. അവരുടെ സ്പെഷ്യൽ മീൽസ് എന്ന് പറയാനായിട്ട് അവരുടെ സ്പെഷ്യൽ മീൽസ് സദ്യയാണ് നമുക്ക് തന്നത്. പച്ചരി ചോറ്, പിന്നെ കൂടെ പൊങ്കൽ, പിന്നെ വേറെ തേങ്ങ ഇട്ടൊരു ചോറ്, നമ്മളെ പരിപ്പ്, അവിയൽ, തോരൻ, പിന്നെ നാരങ്ങ അച്ചാർ, പിന്നെ ഒരു പരിപ്പ്. പിന്നെ ഈ കറി എന്താണെന്ന് എനിക്കറിഞ്ഞിട്ട് പിന്നെ നമ്മളെ കോളിഫ്ലവർ വെച്ചൊരു കറി, പിന്നെ സേമിയ പായസം, പിന്നെ ഇതിൻ്റെ കൂടെ പച്ചരി ചോറ്. ഇത്രയാണ് തന്നത്. ഓവറോൾ അവരുടെ ഇതനുസരിച്ച് നമുക്ക് കിട്ടിയ, പക്ഷേ നമുക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണേ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്.